സാധാരണഗതി വിശദീകരണം ആവശ്യമില്ലാത്ത വിധം യാഥാർത്ഥ്യം കണ്ടാൽ തന്നെ ഏതൊരാൾക്കും ബോധ്യമാകും. ഇനി ഇവർ പ്രദർശിപ്പിക്കുന്ന മറ്റൊന്ന് കെവിയുടെ തന്നെ മറ്റൊരു പരാമർശമാണ്. സമുദായത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിൽ കടന്നു വരുന്ന അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ശരിയല്ല എന്ന് ശിർക്കിന്റെ വഴികളെപ്പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംസാരത്തിനിടയിൽ അതിനൊരു ഉദാഹരണമെന്നോണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല രീതികളും പല സംസാര ശൈലികളും അദ്ദേഹം പറയുകയും അങ്ങനെയൊക്കെ പറയുന്നുവെങ്കിൽ പ്രവാചകനെ പറ്റിയും അങ്ങനെ പറയേണ്ടി വരുമെന്ന് ഈ സമുദായത്തെ അങ്ങനെ ഒരിക്കലും വിശ്വസിച്ചുകൂടാ എന്ന് ബോധ്യപ്പെടുത്താനായി കെ.വി. അബ്ദുൽ പറഞ്ഞപ്പോൾ അത് മുറിച്ചെടുത്ത് അത് ക്ലിപ്പാക്കി ഇപ്പൊ മുസ്ലിയാക്കന്മാർ നാട്ടിൽ നടക്കുന്നു. നിബിധങ്ങളുടെ ജന്മത്തെക്കുറിച്ച് നിബിധങ്ങൾ ജനിച്ചത് തന്നെ ശരിയായ രൂപത്തിലല്ല എന്ന നിലയ്ക്ക് ഉള്ള പ്രചാരങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ദജ്ജാലിനോട് ഉപമിച്ചുവെന്ന് പോലുമാണ് ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലവി സഖാഫിയുടെ ഏറ്റവും പുതിയ ആരോപണം അങ്ങനെയാണ്. പണ്ട് പറഞ്ഞെന്താ ദജ്ജാലിന് വിളിച്ചു എന്നാ. ഇപ്പൊ യാഥാർത്ഥ്യം ആളുകൾ പലരുടെയും കൈകളിലേക്ക് എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി അത് പറഞ്ഞാൽ വിശ്വസിക്കൂല. അപ്പൊ ഇപ്പൊ പറഞ്ഞെന്താ ദജ്ജാലിനോട് ഉപമിച്ചുവെന്നാ പറയുന്നത്. എന്തായാലും എന്താ വസ്തുത കാണുന്നതിന് മുമ്പ് ആദ്യം അവർ ഇടാറുള്ള പ്രദർശിപ്പിക്കാറുള്ള കഷ്ണങ്ങൾ ഞാൻ പ്രദർശിപ്പിക്കാം. ശേഷം ഇൻഷാ അല്ലാഹ് യാഥാർത്ഥ്യവും കാണിക്കാം. അവർ ചെയ്യുന്ന ചെയ്തി എന്താണ് എന്നോ. കെ.വിയുടെ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിന് ഒരു 3-3.5 മിനിറ്റുള്ള ഒരു പ്രസംഗം. ആ 3.5 മിനിറ്റിൽ നിന്ന് ആദ്യത്തെ 1 മിനിറ്റോളം അവരങ്ങ് ഒഴിവാക്കി. പിന്നെയുള്ള ഒരു 1/4 മിനിറ്റ് അതെടുത്തു. പിന്നെയുള്ള ഒരു 1/2 മിനിറ്റ് ഒഴിവാക്കി. പിന്നെയുള്ള 1 മിനിറ്റ് എടുത്തു. എന്നിട്ട് ഈ ഇടയ്ക്കുള്ള കഷ്ണം ഒഴിവാക്കിയിട്ട് മറ്റു 2 കഷ്ണങ്ങളും കൂടെ ഒന്നാക്കി ചേർത്ത് ഒറ്റ കഷ്ണമാക്കി ഒറ്റ ക്ലിപ്പിട്ട് അവർ നാടിനെ പ്രചരിപ്പിച്ചു. ആദ്യം ചെയ്ത് അങ്ങനെയാണ്. ആ ഒന്നാമത്തെ കഷ്ണം നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ അറിഞ്ഞാല്. ഇതാ ആളില്ലേ കണ്ടോ, ഇതാണ് ഒന്നാമത്തെ കഷ്ണം. എന്നിട്ട് ഇതിലേക്ക് അവർ കൂട്ടിച്ചേർക്കാനുള്ള രണ്ടാമത്തെ കഷ്ണമുണ്ട്. ആ കഷ്ണം വേറെയായിട്ട് നിങ്ങൾക്ക് കാണാം. അത് വേറിട്ട് നിങ്ങൾ കാണുക, ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ദജ്ജാലുണ്ടല്ലോ, ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. ഇതാണ് രണ്ടാമത്തെ പീസ്. ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് നിന്ന് ഒരു 1/2 മിനിറ്റ് മുറിച്ചൊഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് സമർത്ഥമായി ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഒറ്റ കഷ്ണമാക്കി അവതരിപ്പിക്കുക. അപ്പൊ കേൾക്കുന്നവർക്ക് എന്ത് തോന്നും? ഈ വിളി ദജ്ജാൽ എന്ന പദപ്രയോഗം അത് കെ.വി നടത്തിയത് ഇവര് പറയുന്ന രൂപത്തിൽ തന്നെയാണ് എന്ന് കേൾക്കുന്ന ഒരാൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി ഈ നീചമായ ഈ രീതിയാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേരോട് മുസ്ലിം പറഞ്ഞ് കേൾപ്പിച്ചുവല്ലോ. അപ്പുറം കക്കുക ഇപ്പുറം കക്കുക, ഇതിലെന്താ കണ്ടോ ഇവിടെ ഇങ്ങനെ പറയുന്നുവെന്ന് പറയുക. ആ പണിയാണ് ഇപ്പൊ സാക്ഷാൽ പേരോട് മുസ്ലിം അടക്കമുള്ള മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ യാഥാർത്ഥ്യം? ആ ഇടക്ക് അവര് മുറിച്ചുപോയ കഷ്ണമടക്കം ഒരു 2-3 മിനിറ്റ് തികച്ച് കെ.വിയുടെ ആ പ്രസംഗം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഇതിൽ നബി ആക്ഷേപിക്കാനാണോ, നബിയെപ്പറ്റി മോശമായ പദപ്രയോഗം നിർവഹിക്കാനാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാനൊന്നും പറയുന്നില്ല, ശ്രദ്ധിക്കുക. നിങ്ങൾ അള്ളാഹുവിൽ ഒരു പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും, ഉദാഹരണം പറഞ്ഞാൽ ശിർക്ക് വെക്കുന്ന ഒരു അംശം, ഞാനൊരു വീടുണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ഞാൻ പറയുന്നു ഇവിടെ താമസിച്ചതിന് ശേഷം എനിക്കെന്താന്ന് അറിഞ്ഞൂടാ, ഒരു പ്രയാസം, ശിർക്കാണ്. എനിക്ക് ഈ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വല്ലാത്ത പ്രയാസം. മറ്റേ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വലിയ സന്തോഷം. ഇതില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇപ്പം വലിയ മുജാഹിദായെന്ന് പറഞ്ഞ ഉദ്ദേശങ്ങളുണ്ടല്ലോ, വലിയ മുജാഹിദാണ് ഇപ്പം നമുക്കുണ്ടോ ഈ വിശ്വാസമല്ലേ? ഉണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂലോകത്തുള്ള ജനനം തന്നെ ആ വിശ്വാസത്തിന്റെ വേരിന് കോടാലി വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പിറന്നു വീണത്, അല്ലേ? പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം.
പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാൽ ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എൻ്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിൻ്റെ ശേഷം. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിൻ്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായ പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോൾ പറയാറുണ്ട്. മുജാഹിദാന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ഉള്ളിലുണ്ട്. ചിലവർ പറയുന്നുണ്ട്, ചില ഭാര്യമാർ ഇത്തരം ആളുകളോട് പറയും, ഞാനിവിടെ വന്ന് കയറിയതിൻ്റെ ശേഷമല്ലേ നിങ്ങളുടെ ഖൈറുണ്ടായത്, അപ്പം നിങ്ങൾ തല കുലുക്കിയിട്ട് അതൊക്കെ ശരിയാണ്, എൻ്റെ ഖൈർ തന്നെയാണ്. പറയാത്ത ആളുകൾ ആരാള്? അള്ളാഹിന്റെ അനുഗ്രഹമാണ്. പടച്ച തമ്പുരാൻ ഒരാൾ നമ്മുടെ കൈവശം വരുമ്പോൾ അവർക്കുമുള്ള ചെലവ് നമ്മുടെ കയ്യിൽ നൽകും. അത് പടച്ച തമ്പുരാന്റെ നിയമമാണ്. എന്നല്ലാതെ ഒരാൾ കയറിയാൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ പോയി. അതുകൊണ്ട് ആ ഗുണ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നോടത്താണ് ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത്. കണ്ടോ സഹോദര, ഇത് മുഴുവനായും കേട്ട ഒരാൾക്ക് ഈ പ്രസംഗം മുഴുവൻ കേൾക്കണ്ട, ഈ ഒരു 3 മിനിറ്റ് തികച്ച് കേട്ട ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാനാവുക? ഇത് ഇവര് ഇങ്ങനെ 2 കഷ്ണം കൂടെ ഒറ്റന്നാക്കി നാടുകളെ പ്രദർശിപ്പിച്ചപ്പോൾ മുജാഹിദുകൾ അതിന്റെ യാഥാർത്ഥ്യം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് പല സ്ഥലത്തും പ്രദർശിപ്പിച്ചു, അത് സീഡിയാക്കി വിതരണം ചെയ്തു. ഇപ്പൊ അവർക്ക് മനസ്സിലായി, ഇനി ഒരിക്കലും ആ നിലക്ക് കളിപ്പിട്ടാല് ആളുകൾ നമ്മളെ വിടൂല. അതുകൊണ്ട് ഇപ്പൊ ആ കഷ്ടം അടക്കം കൂട്ടിയിട്ടാണ് ഇപ്പൊ സഖാഫിമാർ ഇടുന്നത്. എന്നിട്ട് ഇപ്പൊ പറയാ, കണ്ടോ ദജ്ജാലോട് ഉപമിച്ചു എന്നാ ഇപ്പത്തെ കംപ്ലൈന്റ്. ആ കംപ്ലൈന്റും കേട്ടോളൂ നിങ്ങൾ. അലവി സഖാഫി തന്നെ പറയട്ടെ. വേറൊരു മൗലവിന്റെ മുജാഹിദിന്റെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി, അയാൾ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറയുന്നത് എന്നറിയോ? അയാൾ പറയുന്നത്, സംഗതി അറിഞ്ഞാൽ റസൂലിനെ കുറിച്ച് നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് എന്ന് പറയില്ല. പിന്നെ ദജ്ജാലിനോട് ഇങ്ങനെ ഉപമപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശൈലി കേട്ടോളൂ. അയാൾ പറയുന്നത്, ഞാൻ പറയുന്നില്ല, അയാൾ എന്നെ പറയട്ടെ. അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തെറിച്ചു പോയി. അവിടുന്ന് തന്നെ തുടങ്ങണം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാൽ ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എൻ്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിൻ്റെ ശേഷം. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിൻ്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായത് പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്. ശരി തന്നെ, ഉള്ളിൽ മാത്രമല്ല, ചില ആൾക്കാർ പറയാറുമുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ആരംഭ റസൂലിനെ കുറിച്ചാണ് ഈ മൗലവി പറയുന്നത്. ഏറ്റവും പുതിയ പ്രസംഗാത്മത്. അപ്പൊ ഏറ്റവും പുതിയ പ്രസംഗത്തിന് ഇപ്പൊ നമ്പർ മാറ്റി. കാരണം മറ്റു ആളുകൾ വിശ്വസിക്കൂല. അപ്പൊ നമ്പർ മാറ്റി, എന്നിട്ട് എന്താക്കി, ദജ്ജാലോട് ഉപമിച്ചു എന്നാക്കി മാറ്റി. എന്നിട്ട് അതിന്റെ പേരിന് സമുദായത്തിന്റെ മുമ്പിൽ മുതലക്കണ്ണീരൊഴുക്കി നബിയോട് സ്നേഹമുള്ളവർ തങ്ങളാണ് എന്ന് വെളുത്തി തീർത്ത് ഇവർക്ക് നബിയോട് സ്നേഹമില്ല, നബി ആക്ഷേപിക്കുന്നവരാണ്, നബിയെ കൊച്ചാക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യാ, ജനങ്ങളിൽ നിന്ന് പണം പിടുങ്ങാനുള്ള, ചൂഷണം നിർവഹിക്കാനുള്ള ഈ രീതി എന്നല്ലാതെ മറ്റെന്താ അതേ കുറിച്ച് പറയാവുന്നത്?